ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. അപ്പോൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു 4 മണി സ്നാക്സ് ആണ്. വളരെ സിമ്പിളായിട്ട് ചായ എടുക്കുന്ന ടൈമിനുള്ളിൽ തന്നെ നമുക്ക് സ്നാക്സും റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലത്തെ ദോശയുടെ ബാക്കിയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് വേണം. കുറച്ച് ഒണിയൻ എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി, കറി ലീഫ്, പിന്നെ ബാക്കി വരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അധികമൊന്നും ഇല്ല, നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഫസ്റ്റിലെ തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വേണം നമുക്കിനി ഓയിലൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിക്കാനായിട്ട്. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് നല്ല ഹെൽത്തിയാണ്. പെട്ടെന്ന് നമ്മൾ ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ ആണെങ്കിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് തമിഴ്നാട്ടിലൊക്കെ കാരയപ്പം എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് പൊട്ടി വന്നോട്ടെ. പിന്നെ കുറച്ച് ഇടിച്ച മുളകും കൂടി ഇട്ടിട്ടുണ്ട്, കുറച്ചൊരു സ്പൈസി തോന്നിക്കാൻ വേണ്ടി. വേറെ നമ്മൾ ഒന്നും സ്പൈസസ് ഒന്നും ഇടുന്നില്ലാത്തത് കൊണ്ട്. ആ ഗ്രീൻ ചില്ലിക്കാണെങ്കിലും അധികം എരിവില്ലാത്തതാണ്. ഇത് എത്രമാത്രം എടുക്കണം, അളവെടുക്കണം എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഇഷ്ടം പോലെ, നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട്. ഇത് എൻ്റെ കയ്യിൽ അത്രയും ദോശമാവേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഉള്ളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ ഞാൻ. പിന്നെ ഒരു 2-3 ഗ്രീൻ ചില്ലിയും ഒരു കഷ്ണം ഇഞ്ചി അങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദോശമാവിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് ഉപ്പിട്ടാൽ മതി ഇതിന്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരുപാട് ഉപ്പായി പോകരുത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വേറെ മസാലകളൊന്നും നമ്മൾ ഈ സമയത്ത് ഇടുന്നില്ല. ഈ കടുക് പൊട്ടിക്കുമ്പോൾ ഉഴുന്നുപരിപ്പ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അതും കൂടി ചേർക്കാം. നമുക്കത് അത്ര കടിക്കുന്നത് കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനിടാഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ആ മാവിലേക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ഉള്ളിയിലിട്ടതും മാവിലുണ്ടായിരുന്നതും ഒക്കെ ആയിട്ട് പെപ്പർ പൗഡറോ വേറെ വെജിറ്റബിൾസോ ഒക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാനതൊന്നും എടുക്കാറില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഉണ്ണിയപ്പക്കാരയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ണിയപ്പക്കാര വെച്ചു, അതൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പം കുറച്ച് ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഗീ ആണ് എടുത്തേക്കുന്നത്. കുറച്ച് ടേസ്റ്റ് കൂടുതൽ വരും അന്നേരം, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒഴിക്കുന്ന പോലെ തന്നെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് പൊങ്ങി വരത്തില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് നിറച്ച് തന്നെ ഫില്ല് ചെയ്യാം. നമ്മൾ ഇഡ്ഡലി പോലെ തന്നെ അത്രയൊക്കെയല്ല ഇഡ്ഡലി മാവ് കൊണ്ടോ അല്ലെ ദോശമാവ് കൊണ്ടോ ചെയ്യുമ്പോൾ വരത്തുള്ളൂ. ഇതിന് വളരെ കുറച്ച് ഓയിൽ മതി. നമ്മൾ കുറച്ച് ഗീയും കൂടെ നമ്മളിതിൻ്റെ പുറത്തൊക്കെ ഒന്ന് തൂക്കി കൊടുക്കണം. അതും വളരെ കുറവ് മതി. ഒരു സ്പൂണ് ഓയിൽ, കോക്കനട്ട് ഓയിലും അല്ലെ 1 സ്പൂണ് ഗീയും അത്രയും മതി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ഹെൽത്തിയാണിത്. അപ്പോൾ ആ കുറച്ച് ഗീ ഞാനിങ്ങനെ അവിടെ എവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് അങ്ങനെ അധികം ഒന്നും കുക്കായിട്ടില്ല, അത് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഓക്കെ ആകും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിടാം. ഇതിപ്പോൾ എല്ലാം ഞാൻ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ കുക്കായി കിട്ടണം. കണ്ടില്ല, ഇപ്പുറത്തെ സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മൾ ചായ വെച്ചിട്ട് ചായ റെഡിയാകുന്ന ടൈമിനുള്ളിൽ തന്നെ നമുക്ക് സ്നാക്സും റെഡിയാക്കാം. നമ്മുടെ കാരയപ്പം വളരെ സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാൻ വേണ്ടി മറന്നുപോലെ കേട്ടോ. അപ്പം ഞാൻ അതെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ബാക്കി ഒരു 4 എണ്ണത്തിനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. ആ ഇഞ്ചിയുടെയും ഉള്ളിയുടെയും എല്ലാം കൂടി ടേസ്റ്റ് വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ ചായയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.